കൊച്ചി താന്തോണി തുരുത്തിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം നീളും. ബണ്ട് കെട്ടുന്നതിൽ തീരദേശ പരിപാലന നിയമങ്ങൾ തടസ്സമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. CRZ പ്രശ്നപരിഹാര മാർഗങ്ങൾ 2 ആഴ്ചയ്ക്കകം തേടുമെന്ന മന്ത്രിയുടെ ഉറപ്പിൽ സമരം പിൻവലിക്കുന്നുവെന്ന് സമരസമിതിയും അറിയിച്ചു. കളമശ്ശേരി റെസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ബണ്ട് കെട്ടുന്നതിൽ തീരദേശ പരിപാലന നിയമങ്ങൾ തടസ്സമാണെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത്. കണ്ടൽക്കാടുകളുള്ളതിനാൽ CRZ അനുമതിക്ക് തടസ്സമുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. ഇതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ആ പ്രദേശത്ത് 5 മീറ്റർ വീതിയിൽ അത്രയും കായൽ നികത്തി ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അവർ അനുകൂലിക്കുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് വീണ്ടും ഇത് പരിഗണിക്കണം എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ CRZ 2011 നോട്ടിഫിക്കേഷൻ 4(1)G പ്രകാരം കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് അനുമതി നൽകേണ്ടത്. CRZ പ്രശ്നങ്ങളിൽ 2 ആഴ്ചക്കകം പരിഹാരം തേടുമെന്ന മന്ത്രിയുടെ ഉറപ്പിൽ താന്തോണി തുരുത്ത് നിവാസികൾ സമരം അവസാനിപ്പിക്കുകയാണെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഈ CSMയുടെ അപ്രൂവലിന് വേണ്ടി അയച്ചിട്ട് 2 ആഴ്ച സമയമാണ് ജിഡ പറഞ്ഞിരിക്കുന്നത്. ജിഡക്ക് CSMA കേന്ദ്ര ഗവൺമെന്റ് ഒരു അപ്രൂവൽ കൂടിയുണ്ട്. ആ അപ്രൂവലും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന് തീരുമാനമാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മന്ത്രിയുടെ ഒരു വാക്കിനെ ഞങ്ങൾ ബഹുമാനിച്ച് പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയാണ്. മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, TJ വിനോദ് MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, സമരസമിതി ഭാരവാഹികളായ ബോബൻ TK, PP അംബാസ്, VV പ്രവീൺ, സുബ്ബയ്യൻ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.